നിക്ക. അപ്പു, അരുത്, വാതില് തുറക്കരുത്. നിന്റെ അമ്മ വല്ലാതെ വയലന്റ് ആയിട്ട് ഇരിക്കുവാ. അവള് പിടിച്ചാ കിട്ടില്ല. ഇല്ല, എന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടില്ല. എനിക്ക് എന്റെ അമ്മയെ കാണണം. നീ വാശി പിടിക്കില്ലേ അപ്പു? അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നിനക്കറിയാൻ പാടില്ല. യാമിനി ഇപ്പൊ എന്തും ചെയ്തു കളയും. അതാ അവളുടെ രോഗം. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. ദേ നോക്ക്, നീ സമാധാനമായിട്ട് നിന്നോ. ആദ്യം ഞാൻ യാമിനി ഒന്ന് കാണട്ടെ. അവൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അനുവദിക്കാം. അയ്യോ അമ്മ, നിനക്കൊന്നും പറ്റരുത്. അതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. ഞാനിപ്പോ വരാം. ആ ശേഖര, നീയും അപ്പും കൂടി ഇവിടെ വെയിറ്റ് ചെയ്. ഞാനേ യാമിനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളെ അകത്തേക്ക് വിളിക്കാം. ശരി ചേച്ചി. അച്ഛൻ മോളെ, ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. നിക്ക്. എന്തിനു വാതിൽ കുറ്റിട്ട്? പെടയ്ക്കാതെ, ഞാൻ പറയാം. ഒന്നും പറയണ്ട, വാതിൽ തുറക്കാനാ പറഞ്ഞ്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞ്. കേൾപ്പിച്ചേ ഞാൻ അടങ്ങും. ദേ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പെട്ടെന്നൊന്നും പഠിച്ചാലേ നിനക്ക് മനസ്സിലാവില്ല. നീ കണ്ടിരിക്കുന്ന അംബിക വർമ്മയൊന്നും അല്ല ഞാൻ. അതെനിക്കറിയാം.